ഹലോ ഡിയേഴ്സ്, പരീക്ഷയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന, കുട്ടികൾക്ക് A+ നഷ്ടപ്പെടാൻ കാരണമാകുന്ന, അല്ലെങ്കിൽ അവർ ആ ചോദ്യം കണ്ടിട്ട് പേടിച്ചിട്ട് പഠിച്ചത് പലതും മറന്നു പോകുന്ന രീതിയിൽ പലരെയും പേടിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ. അങ്ങനത്തെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് Xylem Class 9 എന്ന് പറയുന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. അതുപോലെ ഒരു ചോദ്യം തന്നാൽ അതിന്റെ ആൻസറും നിങ്ങൾ കമന്റ് ചെയ്യണം. ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് നമുക്ക് കൃത്യം 7:30 ആകുമ്പോൾ മാരത്തോൺ ഉണ്ട്. മാരത്തോൺ എന്ന് പറയുമ്പോൾ സൂപ്പർ 60 ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് നൽകുന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട 60 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ലൈവിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ കൂട്ടിക്കൊണ്ട് ഇന്നത്തെ ലൈവിലും അറ്റൻഡ് ചെയ്യണം എന്നതാണ് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത്. അപ്പം നമുക്ക് നോക്കാം. റെഡി ആണല്ലോ? സോ ഇവിടെ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിലെ ഓരോ സൈഡിന്റെയും, അതായത് AC-യുടെയും അതുപോലെ BC-യുടെയും മിഡ് പോയിന്റ് ആണ് ഇയും ഡിയും. ഓക്കെ ആണ്, മിഡ് പോയിന്റ് ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ BC എന്ന് പറയുന്ന സൈഡിന്റെ മിഡ് പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക്, അതായത് ഒരു വശത്തിന്റെ മധ്യബിന്ദുവിൽ നിന്ന് എതിർമൂലയിലേക്ക് വരയ്ക്കുന്ന വരയാണ് AD. ശരിയല്ലേ? BC-ന്റെ മിഡ് പോയിന്റ് ആണ് D, അതിൽ നിന്ന് എതിർമൂലയിലേക്ക് വരയ്ക്കുന്ന വരയാണ് AD. ആ AD-യെ നമ്മൾ പറയുന്ന പേരാണ് മക്കളെ നടുവര. എന്താണ്? നിങ്ങൾ എല്ലാവരും ആ പേര് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. AD എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? മീഡിയൻ ആണ്. മീഡിയൻ അഥവാ നടുവര. എന്താണ് നടുവര എന്ന് പറഞ്ഞാൽ? ഒരു സൈഡിന്റെ മിഡ് പോയിന്റിനെ ഓപ്പോസിറ്റ് വെർട്ടെക്സുമായി കണക്ട് ചെയ്യുന്ന ലൈനാണ്. സെറ്റാണേ. അതുപോലെ E എന്ന് പറയുന്നത് AC-യുടെ മിഡ് പോയിന്റ് ആണ്. AC-യുടെ മിഡ് പോയിന്റ്. സോ ഇയിൽ നിന്ന് ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് വരയ്ക്കുന്ന വരയായ EB എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? EB എന്ന് പറയുന്നതും എന്ത് തന്നെയാണടാ? മീഡിയൻ തന്നെയാണ്. ഇതൊക്കെ അറിയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ചോദ്യം ചെയ്യാൻ പറ്റുക. ഇങ്ങനെ കൺസെപ്റ്റ് ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഈ ചോദ്യത്തെ ഫേസ് ചെയ്യാൻ. ഈ ചോദ്യവുമായിട്ട് കണക്ട് ചെയ്ത്, ഈ ഫിഗറുമായിട്ട് കണക്ട് ചെയ്ത് വരാൻ പോകുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസും ഞാൻ ഈ ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതാണ് എൻ്റെ ഓഫർ. ശ്രദ്ധിച്ചിരിക്കുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഇവിടെ G എന്ന് പറയുന്ന പോയിന്റിൽ ഈ 2 മീഡിയൻ കൂട്ടിമുട്ടുന്നുണ്ട് അല്ലേ? അതിന് Gനെ നമ്മൾ പറയുന്ന പേരാണ് മക്കളെ എന്താണെന്നറിയോ? സെൻട്രോയിഡ്. എന്താ പറയാ? സെൻട്രോയിഡ്. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ മധ്യമ കേന്ദ്രമാണ്. എന്താണ്? മധ്യമ കേന്ദ്രം. നിങ്ങൾ പഠിക്കുന്നുണ്ട് സെൻട്രോയിഡ് മീഡിയനെ കട്ട് ചെയ്യുന്നത് 2:1 എന്നുള്ള റേഷ്യോയിലാണ്. ഏത് റേഷ്യോയിലാ? 2:1 എന്നുള്ള റേഷ്യോയിലാണ് മീഡിയനെ കട്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ പറയുകയാണെങ്കിൽ A മുതൽ G വരെ, പിന്നെ G മുതൽ D വരെ ഈ റേഷ്യോ എത്രയാ? 2:1 ആണ്. എത്രയാ? 2:1 ആണ്. ചിലപ്പോൾ അതായിരിക്കും നിങ്ങളോട് തെളിയിക്കാൻ ചോദിക്കാം. അങ്ങനെയും ചോദ്യം വരാം. ഓക്കെ, സോ ഈ 2 ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങളോട് ചോദിച്ചെന്താ? AB-യും XY-യും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിച്ചിരുന്നോ? AB-യും XY-യും തമ്മിലുള്ള റേഷ്യോ ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും ഈ ഒരു ചിത്രം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈ ഒരു ചിത്രം നോക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ചിത്രം ഒന്നുകൂടെ ഇവിടുന്ന് സ്ക്രീൻഷോട്ട് അടിക്കുന്നു. കോപ്പി. ഓക്കെ, ഈ ഒരു ഫിഗർ ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാ മക്കളും ഈ ഫിഗറിലേക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. ഇവിടെ നിങ്ങളോട് ആദ്യം ചോദിച്ചത് AB-യും XY-യും തമ്മിലുള്ള റേഷ്യോ ആണ്. ശ്രദ്ധിച്ചോ മക്കളെ? AGB എന്ന് പറയുന്ന ട്രയാങ്കിൾ നിങ്ങൾ കാണുന്നുണ്ടോ? AGB. ഈ AGB എന്ന് പറയുന്ന ട്രയാങ്കിളിൽ X എന്ന് പറയുന്നത്, മക്കളെ മനസ്സിലാക്കുക, X എന്ന് പറയുന്നത് AG-ന്റെ മിഡ് പോയിന്റ് ആണ്. X എന്ന് പറയുന്നത് AG-യുടെ മിഡ് പോയിന്റ് ആണ്. അതുപോലെ Y എന്ന് പറയുന്നത് GB-ന്റെ മിഡ് പോയിന്റ് ആണ്. ഓക്കെ, ഇൻ ട്രയാങ്കിൾ AGB, X is the midpoint of AB.
എക്സ് എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് എ ജി ആണ്. എ ജിയുടെ മധ്യബിന്ദുവാണ് എക്സ്. അതുപോലെ y is the മിഡ് പോയിന്റ് ഓഫ് ബി ജി. അങ്ങനെ പറഞ്ഞാൽ രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റിനെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എക്സ് വൈ ഈസ് പാരലൽ ടു എ ബി ആൻഡ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എ ബി ബൈ 2. എ ബിന്റെ പകുതി ആയിരിക്കും. അല്ലടാ, ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റിനെ യോജിപ്പിക്കുന്ന വര എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. താഴെയുള്ള സൈഡിന്റെ പകുതി ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എഴുതി വെക്കാം. അതുകൊണ്ട് തന്നെ ഇതാ ഇതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 1 ആണ്. ശരിയല്ലേ? പകുതി ആണെങ്കിൽ റേഷ്യോ എത്രയാ? എ ബി ഈസ് ടു എക്സ് വൈ. പകുതിയാണെന്ന് പറഞ്ഞാൽ ഓക്കെ, എ ബിന്റെ പകുതിയാണ് എക്സ് വൈ എങ്കിൽ എ ബിയും എക്സ് വൈയും തമ്മിലുള്ള റേഷ്യോ എത്രയാ? 2:1 ആണ്. ഓക്കെ, അത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ആ സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇതാണെന്ന് ഞാൻ എഴുതി വെച്ചു എന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? സോ ആ റേഷ്യോ എത്രയാ? 2:1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു നിങ്ങളോട് എക്സ് വൈയും ഇ ഡിയും തുല്യമാണെന്ന് പ്രൂവ് ചെയ്യാൻ. എക്സ് വൈയും അതുപോലെ ഇ ഡിയും ഈക്വൽ ആണ് എന്നാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്. എക്സ് വൈയും ഇ ഡിയും ഈക്വൽ ആണ് എന്നാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്. അപ്പോ എല്ലാരും എല്ലാരും ഈ ഒരു ഫിഗറിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. ഈ ഫിഗർ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഇതും തെളിയിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തെളിയിക്കാൻ പോവുകയാണ്. റെഡി ആണോ? യെസ്. അപ്പോ ഇവിടെ ശ്രദ്ധിച്ചോ, നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? എക്സ് വൈ ഇസ് ഈക്വൽ ടു ഇ ഡി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഞാൻ തെളിയിക്കാൻ പോവാം. ഇവിടെ ഇൻ ട്രയാങ്കിൾ എ ബി സിയിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ചോദ്യത്തിൽ പറയുന്നുണ്ട് എ സി എന്ന് പറയുന്നതിന്റെയും ബി സിന്റെ മിഡ് പോയിന്റുകളാണ് ഇയും ഡിയും. മിഡ് പോയിന്റ്സ് ആണ്. ഓക്കെ, ഇ ഡി എന്ന് പറയുന്നത് ഇ കോമ ഡി മിഡ് പോയിന്റ്സ് ആണ്. ശരിയല്ലേ? ഇയും ഡിയും മിഡ് പോയിന്റുകൾ, മധ്യബിന്ദുക്കളാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇ ഡി ഇസ് ഈക്വൽ ടു എ ബി ബൈ 2. എ ബിന്റെ പകുതിയാണ്. ഇ ഡി എന്ന് പറയുന്നത് എ ബിന്റെ പകുതിയാണ് അല്ലെ? എ സി ആൻഡ് ബി സി, ഇയും ഡിയും മിഡ് പോയിന്റ്സ് ഓഫ് എ സിയും ബി സിയുമാണ്. അതുകൊണ്ട് തന്നെ ഇ ഡി എന്ന് പറയുന്നത് എ ബിന്റെ പകുതിയാണ്. അതുപോലെ ഇൻ ട്രയാങ്കിൾ എ ജി ബി എക്സ് ആൻഡ് വൈ ആർ മിഡ് പോയിന്റ്സ് അല്ലെ? എക്സും വൈയും മധ്യബിന്ദുവാണ്. അതുകൊണ്ട് നമുക്ക് പറയാം എക്സ് വൈ ഇസ് ഈക്വൽ ടു എ ബിന്റെ പകുതി. ശരിയാണല്ലോ? എക്സ് വൈ എന്ന് പറയുന്നതും എ ബിന്റെ പകുതിയാണ്. ശരിയല്ലേ? യെസ്. ആൻഡ് ഇതിലൂടെ വേറൊരു കാര്യം കൂടെ നമുക്കറിയാം. ഇ ഡി ഈസ് പാരലൽ ടു എ ബി. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ. അതുപോലെ എക്സ് വൈ ഈസ് പാരലൽ ടു എ ബി. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ, ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന കാര്യമാണ് എക്സ് വൈയും ഇ ഡിയും പാരലൽ ടു എ ബി ആണ്. ശരിയാണല്ലോ? എക്സ് വൈയും ഇ ഡിയും പാരലൽ ടു എ ബി ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കാരണം മിഡ് പോയിന്റ്സിനെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ ആ വര മൂന്നാമത്തെ വശത്തിന് എന്താണ്? സമാന്തരമായിരിക്കും, പാരലൽ ആയിരിക്കുമെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിച്ച ആളുകളാണ്. ആണല്ലോ? സെറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? നമുക്ക് പറയാം ഫ്രം 1 and 2 ഈ രണ്ട് ഇക്വേഷനുകളിൽ നിന്ന് നമുക്ക് പറയാം എക്സ് വൈ ഇസ് ഈക്വൽ ടു എ ഡി. സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഇതേ രീതിയിൽ നിങ്ങൾക്ക് എന്തും പ്രൂവ് ചെയ്യാം. ഇതേ രീതിയിൽ നിങ്ങൾക്ക് അടുത്ത പ്രൂഫ് എന്താ? പ്രൂവ് ദാറ്റ് ഇതൊരു പാരലലോഗ്രാം ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? we have xy is parallel to AB and xy is equal to AB by 2 and ED ഇവിടെ നോക്കുക,
ഇ ഡി എന്ന് പറയുന്നതും എന്താണ്? പാരലൽ ടു എ ബി ആണ്. ആൻഡ് ഇ ഡി ഈസ് ഈക്വൽ ടു എ ബി ബൈ 2. ഇയാൾ നോക്ക്, ഇവിടെ ഈ ഫിഗറിൽ നോക്ക്, ഇവിടെ ഇ ഡി എന്ന് പറയുന്നതും അതുപോലെ എക്സ് വൈ എന്ന് പറയുന്നതും രണ്ടാളും എ ബിയോട് പാരലലാ. ശരിയല്ലേ? രണ്ടും മിഡ് പോയിന്റുകൾ യോജിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ രണ്ടും എ ബിയോട് പാരലലാണ്. രണ്ടും എ ബിയോട് പാരലൽ ആയതുകൊണ്ട് തന്നെ therefore ഇ ഡി ഈസ് പാരലൽ ടു എക്സ് വൈ. ഇ ഡിയും എക്സ് വൈയും പാരലലാണ്. ആൻഡ് ഇ ഡി ഈസ് ഈക്വൽ ടു എക്സ് വൈ. ഇ ഡിയും എക്സ് വൈയും രണ്ടും എ ബി ബൈ 2 ആണ്. രണ്ടും എ ബി ബൈ 2 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? നമുക്ക് പറയാം ഇ ഡി എക്സ് വൈ ഇസ് എ പാരലലോഗ്രാം. റീസൺ എന്താ? റീസൺ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്സ് ആണല്ലോ. നോക്ക്, ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് എക്സ് വൈയും ഇ ഡിയും. ഓക്കെ, റീസൺ എഴുതി വെച്ചോ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ. പാരലലും ഈക്വലുമാണ് ഓപ്പോസിറ്റ് സൈഡുകൾ. എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമായതിനാൽ നമുക്ക് പറയാം അതൊരു പാരലലോഗ്രാമാണ്. ഇനി ചിലപ്പോ നിങ്ങളോട് തെളിയിക്കാൻ പറയുക, ഇതേ ചിത്രം തന്നിട്ട് നിങ്ങളോട് തെളിയിക്കാൻ പറയുക. ശ്രദ്ധിക്കണേ മക്കളെ, ഇതേ ചിത്രം തന്നിട്ട് നിങ്ങളോട് തെളിയിക്കാൻ പറയുന്നത് എന്തായിരിക്കും എന്നറിയോ? ഇതേ ചിത്രം തന്നിട്ട് നിങ്ങളോട് തെളിയിക്കാൻ പറയും എന്ത്? ഇവിടെ എ ജി ഈസ് ടു ജി ഡി എന്ന് പറയുന്നത് 2:1 ആണെന്ന്. അതല്ലെങ്കിൽ ഇതേ ചോദ്യം തന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വരും. ശ്രദ്ധിച്ചോ, ഞാൻ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ. ചിലപ്പോൾ എക്സാമിന് നിങ്ങളോട് പ്രൂവ് ദാറ്റ് ചോദിക്കുന്നത്, എന്ത് ചോദിച്ചാലും ഇത് തന്നെയാണ് പ്രൂഫ്. ഈ പറയുന്നത് തന്നെയാണ് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും പ്രൂഫ്. നോക്കിക്കോ, ചിലപ്പോൾ ചോദിക്കും AX is equal to XG is equal to GD എന്ന് പ്രൂവ് ചെയ്യാൻ പറയും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കും AX into 3 അല്ലെങ്കിൽ 3AX, ഈ നീളത്തിനെ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു നീളത്തിനെ 3 into AX ചെയ്താൽ അല്ലെങ്കിൽ AXനെ 3AX is equal to AD എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കും. അതായത് മക്കളെ കൺഫ്യൂഷൻ ആകണ്ട, ഈ ഒരു നീളത്തിനെ 3 കൊണ്ട് ഗുണിച്ചാൽ ആ മീഡിയന്റെ മൊത്തം നീളം കിട്ടും എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കും. ഏത് പ്രൂഫ് ചോദിച്ചാലും ഇത് തന്നെ എഴുതി വെച്ചാൽ മതി. ഇങ്ങനെ പല രീതിയിൽ നിങ്ങളോട് ചോദ്യങ്ങൾ വരാം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നോക്കിക്കോ, നിങ്ങളോട് ഇത് പ്രൂവ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇതെങ്ങനെയാ പ്രൂവ് ചെയ്യുക? നമുക്കിപ്പോൾ അറിയാം, ഇതൊരു പാരലലോഗ്രാമാണ് അല്ലെ. ഈ എക്സ് ശ്രദ്ധിക്കാം മക്കളെ, ഇവിടെ നിങ്ങൾക്കറിയാം EXYD അഥവാ XYED, EDXY അല്ലെ, EDYX എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം ആണെന്ന് നിങ്ങൾക്കറിയാം. പാരലലോഗ്രാമിന്റെ കേസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഡയഗണൽസ് പരസ്പരം ബൈസെക്ട് ചെയ്യും അല്ലെ. EDYX is a പാരലലോഗ്രാം. അതൊരു സാമാന്തരികമാണ് അല്ലെ. എന്താണ് സാമാന്തരികം? സാമാന്തരികത്തിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് വികർണങ്ങൾ പരസ്പരം സമഭാജികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഓക്കെ, ഡയഗണൽസ് bisect each other. Therefore diagonals, വികർണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യുന്നു എന്ന് മലയാളം മീഡിയംകാർക്ക് എഴുതി വെക്കാം. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം therefore EG is equal to GY. EG is equal to GY and XG is equal to GD. XGയും GDയും ഈക്വൽ ആണ്. ഇനി we have X is the midpoint of AG.
എ ജിന്റെ മിഡ് പോയിന്റ് ആണ് എക്സ്. അതുകൊണ്ട് തന്നെ എ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ജി. ശരിയല്ലടാ? ജി എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണെങ്കിൽ എ എക്സ് എന്ന് പറയുന്നതും എക്സ് ജി എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. സംശയമില്ലല്ലോ. എ എക്സ് എന്ന് പറയുന്നതും എക്സ് ജി എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. എ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ജി, അതുപോലെ എക്സ് ജി ഇസ് ഈക്വൽ ടു ജി ഡി. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ജി ഇസ് ഈക്വൽ ടു ജി ഡി. ഇത് മൂന്നും ഈക്വൽ ആണ്. ഇനി നിങ്ങളോട് പറയാണ് എ ജി ഈസ് ടു ജി ഡി ചോദിച്ചാൽ എത്രയാണ്? എ ജി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഈക്വൽ കഷ്ണങ്ങൾ ചേരുന്നതാണ്. എ ജി എന്ന് പറഞ്ഞാൽ രണ്ട് ഈക്വൽ ആയിട്ടുള്ള കഷ്ണങ്ങൾ, ഇപ്പുറത്ത് ഈക്വൽ ആയിട്ടുള്ള ഒരു കഷ്ണം. അപ്പൊ റേഷ്യോ എത്രയാ? റേഷ്യോ 2:1 ആണ്. റേഷ്യോ എത്രയാ? 2:1 ആണ് എന്ന് എന്റെ മക്കള് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ ആണേ? ഈ ഒരു ഭാഗം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് സ്ഥിരം വരാറുള്ളത് കൊണ്ടാണ്. പല രീതിയിൽ ക്വസ്റ്റ്യൻ വരും. എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും എന്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റണം. ഈ ഒരൊറ്റ ഐഡിയ മതി. ഈ ഐഡിയ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇനി എനിക്ക് കാണിച്ചു തരാനുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ചോ. ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ചിത്രം നിങ്ങൾക്ക് കാണാം. ശ്രദ്ധിച്ചോ, ഇതൊരു ക്വാഡ്രിലാറ്ററലാണ്. ഓക്കെ, ഈ ഒരു ക്വാഡ്രിലാറ്ററലിൽ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 സൈഡിന്റെയും മിഡ് പോയിന്റുകൾ യോജിപ്പിച്ചാൽ, 4 വശങ്ങളുടെയും മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക എന്താണെന്നറിയോ? അതൊരു പാരലലോഗ്രാം ആയിരിക്കും. ഓക്കെ, സെറ്റാണല്ലോ. സാധാരണത്തെ ഒരു വൈബ് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. കാരണം ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് രാത്രി ഒരു സമയം ഇപ്പോൾ കറക്റ്റ് 12 മണിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കാണെങ്കിൽ അത്യാവശ്യം ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ്. സോ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ എ ബി എന്ന് പറയുന്ന സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് പി, ബി സി എന്ന് പറയുന്ന സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് ക്യൂ, ഡി സി എന്ന് പറയുന്ന സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് ആർ, എ ഡി എന്ന് പറയുന്ന സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് എസ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഇവിടെ പി ക്യു ആർ എസ് എന്ന് പറയുന്നത് മിഡ് പോയിന്റുകൾ യോജിപ്പിച്ച എന്താണ്? പാരലലോഗ്രാം ആണ്. ഓക്കെ, അപ്പോ ഇത് പാരലലോഗ്രാം ആണെന്ന് തെളിയിക്കാൻ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും. ഫസ്റ്റത്തെ ചോദ്യം, എ സി 10 ആണെങ്കിൽ പി ക്യു എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ശ്രദ്ധിച്ചോ, ഇതേ ഫിഗർ ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതേ ഫിഗർ ഉപയോഗിച്ച് നമ്മൾ ചോദ്യം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും. സോ എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, വളരെയധികം ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ ഈ ക്ലാസ് മുഴുവനായിട്ടും നിങ്ങൾ കാണണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. കാരണം ഈ ക്വസ്റ്റ്യൻ ഒക്കെ അത്യാവശ്യം ഒരു A+ ലെവലിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പലർക്കും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് തരുന്നത്. സോ ശ്രദ്ധിച്ചിരിക്കുക. യെസ്, ഇവിടെ നോക്കിക്കോ. നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് എ സിന്റെ നീളമാണ്. എ സി എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? പി ക്യു. ആ എ സിയും പി ക്യൂയും ഒരു ട്രയാങ്കിളിൽ വരുന്നുണ്ടല്ലോ. ഇൻ ട്രയാങ്കിൾ എ ബി സി, പി എന്ന് പറയുന്നത് എ ബിയുടെ മധ്യബിന്ദു, ശരിയല്ലേ? അതുപോലെ ക്യൂ എന്ന് പറയുന്നത് ബി സിയുടെ മിഡ് പോയിന്റ് ഓഫ് സി. അതേപോലെ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് എഴുതാം, പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി, അല്ലെ? ക്യൂ എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് ബി സിയുടെ മധ്യബിന്ദുവാണ് ക്യൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം പി ക്യൂ ഈസ് പാരലൽ ടു എ സി ആൻഡ് പി ക്യൂ ഈസ് ഈക്വൽ ടു എ സി ബൈ 2. എ സിന്റെ പകുതി ആയിരിക്കും. ഇത് രണ്ടും മിഡ് പോയിന്റുകൾ ആയതുകൊണ്ട് തന്നെ ഈ ട്രയാങ്കിളിൽ എ ബിയുടെയും ബി സിയുടെയും മിഡ് പോയിന്റ്സ് യോജിപ്പിക്കുന്ന വര എന്ന് പറയുന്നത് എ സിന്റെ പകുതി ആയിരിക്കും. എ സിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 10ന്റെ പകുതി, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. സെറ്റാണോ? സെറ്റല്ലേ? 5 സെന്റിമീറ്റർ. അടുത്തത് പി ക്യു ആർ എസ് എന്ന് പറയുന്നത് ചതുർഭുജമാണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതേപോലെ സിമ്പിൾ ആണ്. ഇൻ ട്രയാങ്കിൾ എ ഡി സി,
ADC എന്ന് പറയുന്ന ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ S, R ഇവർ രണ്ടും എന്താണ്? മധ്യബിന്ദുക്കളാണ്, മധ്യബിന്ദുക്കൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാം SR is equal to AC-ന്റെ പകുതിയാണ്. SR എന്ന് പറയുന്നത് AC-ന്റെ പകുതിയാണ്. AC-ന്റെ പകുതി ശരിയല്ലേ? SR AC-ന്റെ പകുതിയാണ്. ആൻഡ് SR is parallel to AC. SR എന്ന് പറയുന്നത് AC-ക്ക് സമാന്തരമാണ്. ശരിയല്ലേ? സമാന്തരമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇവിടെ SR is parallel to PQ. ഇതാണ് എൻ്റെ സെക്കൻഡ് ഇക്വേഷൻ. ഇതാണ് എൻ്റെ ഇവിടെ ഈ എഴുതി വെച്ചിട്ടുണ്ട് PQ is equal to AC/2. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനുകളിൽ നിന്ന് എനിക്ക് എന്ത് പറയടാ? എനിക്ക് പറയാം PQ is parallel to SR and PQ is equal to SR. PQ ഉം SR ഉം ഈക്വലുമാണ്. PQ ഉം SR ഉം ഈക്വലുമാണ്. അതുപോലെ PQ പാരലൽ ടു SR ഉമാണ്. ശരിയല്ലേ? നിങ്ങൾ നോക്ക്, PQ എന്ന് പറയുന്നതും SR എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതുപോലെ ഇവർ രണ്ടും AC-ക്ക് പാരലൽ ആയതുകൊണ്ട്, AC-ക്ക് സമാന്തരമായതുകൊണ്ട് PQ ഉം SR ഉം പാരലലുമാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആൻഡ് ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ. പാരലലും ഈക്വലുമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore PQRS is a parallelogram. എതിർവശങ്ങൾ സമാന്തരവും തുല്യവുമായതിനാൽ PQRS എന്നത് ഒരു സാമാന്തരികമാണ് എന്ന് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യേണ്ട പണിയേ ഉള്ളൂ. ഇനി നിങ്ങളോടുള്ള സി പാർട്ടിലെ ചോദ്യം എന്താണ്? AC-യും BD-യും അതായത് രണ്ട് വികരണങ്ങളും തുല്യമാണെങ്കിൽ ഇതിനെന്താണ് അനുയോജ്യമായ പേര് എന്നതാണ് ചോദ്യം. മക്കളെ മനസ്സിലാക്കുക, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിച്ചോ, AC-യും BD-യും ഈക്വൽ ആണെങ്കിൽ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കോ, ഇവിടെ SR എന്ന് പറയുന്നത് PQ എന്ന് പറയുന്നതും AC-ന്റെ പകുതിയാണ്. അതേപോലെ PS എന്ന് പറയുന്നതും QR എന്ന് പറയുന്നതും BD-ന്റെ പകുതിയാണ്, BD-ക്ക് പാരലലുമാണ്. അപ്പോ ഇഫ് AC is equal to BD, then എല്ലാ സൈഡുകളും, അതായത് PQ is equal to QR is equal to RS is equal to PS ആയിരിക്കും. എല്ലാം ഈക്വൽ ആയിരിക്കും. എല്ലാം AC-ന്റെ പകുതിയാ. AC-യും BD ഈക്വൽ അല്ലേ? AC-ന്റെ പകുതിയാണ് SR എന്ന് പറയുന്നത്, AC-ന്റെ പകുതി. PQ എന്ന് പറയുന്നതും AC-ന്റെ പകുതി. ഈ QR എന്ന് പറയുന്നത് BD-ന്റെ പകുതിയാണ്, BD എന്ന് പറയുന്നത് AC-ക്ക് ഈക്വലാ. അപ്പൊ എല്ലാം AC-ന്റെ പകുതി ആയതുകൊണ്ട് തന്നെ എല്ലാ സൈഡും ഈക്വൽ. അപ്പൊ അതിനെന്താ പേര്? നിങ്ങൾ എഴുതി വെക്കണം, കറക്റ്റ് ആയിട്ട് എഴുതണം. റോംബസ് അഥവാ സമഭുജ സാമാന്തരികം. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. AC-ന്റെ നീളം 20 സെന്റിമീറ്റർ ആണെങ്കിൽ എത്രയായിരിക്കും PQ? ഈ ചോദ്യത്തിൽ AC-യുടെ നീളം എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണെങ്കിൽ എത്രയാണ് PQ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. സോ ഒറ്റ കാര്യം കൂടെ കമന്റ് ചെയ്യണം. ഇവിടെ PQ ഈസ് ടു AC എത്രയാണ്? PQ-യും AC-യും തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. സോ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. 7:30 ലൈവിന് നിങ്ങൾ ഉണ്ടാവണം. നിങ്ങളെയും കാത്ത് ഞാൻ ഉണ്ടാകും, ഫുഫു സാർ ഉണ്ടാകും. നമുക്ക് ഒരുമിച്ച് അടിപൊളിയായിട്ട് പഠിക്കാം. ബൈ.